ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി നേരിടുകയാണ്. കെജ്രിവാളിനെ ജാമ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ജാമ്യത്തിനുള്ള സ്റ്റേ ജൂൺ 25 വരെ തുടരും. അനൂപ് ദാസ് നൽകും വിവരങ്ങൾ. അനൂപ്, രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് ഇന്ന് കോടതിയിൽ ഉയർന്നത്. എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്? കെജ്രിവാളിന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് വിവരങ്ങൾ. ഇന്നേതാണ്ട് 6 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് 3 ദിവസം കഴിഞ്ഞ് ഇക്കാര്യത്തിൽ വിധി പറയാമെന്ന് ഡൽഹി ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഇഡി പറയുന്ന കാര്യം 45 കോടി രൂപയുടെ പണമിടപാട് സംബന്ധിച്ച കൃത്യമായ രേഖകളും വിവരങ്ങളും നേരത്തെ കീഴ്ക്കോടതിയിൽ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദം നടക്കുമ്പോൾ അവിടെ കൊടുത്തതാണ്. പക്ഷെ അത് പരിഗണിക്കാൻ കീഴ്ക്കോടതി തയ്യാറായില്ല എന്ന ഒരു വാദം. രണ്ടാമത്തേത് മാപ്പ് സാക്ഷിയുടെ മൊഴിയും കോടതിയിൽ വായിച്ചതാണ്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയുള്ള ഒരു വിധിയായിരുന്നു ജാമ്യത്തിന്റെ കാര്യത്തിൽ കീഴ്ക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് ഇഡി ഹൈക്കോടതിയിൽ വാദിച്ചു. എന്നാൽ നിലവിലുള്ള ഒരു നിയമ സംവിധാനത്തെ മറികടക്കാനുള്ള തെറ്റായ ശ്രമം ഇഡി നടത്തുന്നു എന്നത് മാത്രമല്ല, ഒരു ഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇഡിയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനു അഭിഷേക് സിംഗ്വി അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി വാദിക്കുന്ന കാഴ്ച നമുക്ക് ഡൽഹി ഹൈക്കോടതിയിൽ കാണാൻ പറ്റിയിരുന്നു. മാത്രവുമല്ല, ഒരു തീവ്രവാദിയല്ല, ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന ചൂണ്ടിക്കാട്ടലും ഈ കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകരുടെ ഭാഗത്തുണ്ടായി. എന്തായാലും ഏതാണ്ട് 4 മണിക്കൂർ നീണ്ട വാദമായിരുന്നു ഇഡി ഈ ജാമ്യം റദ്ദ് ചെയ്യണം, സ്റ്റേ ചെയ്യണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. അതിനുശേഷം ഏതാണ്ട് 1.5 മണിക്കൂർ നീളുന്ന വാദമുഖങ്ങൾ മനു അഭിഷേക് സിംഗ്വി നടത്തുകയും ചെയ്തു. എന്തായാലും 3 ദിവസം കഴിഞ്ഞ് ഇക്കാര്യത്തിൽ വിധി വരും എന്നതാണ് ഏറ്റവും ഒടുവിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അനൂപ്, പ്രധാനപ്പെട്ട അസ്വാഭാവികമായ സാഹചര്യം എന്നൊക്കെ ഉള്ള വാദങ്ങൾ ഉയർന്നുവല്ലോ ഈ കെജ്രിവാളിൻ്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ എന്തായിരിക്കാം ഇനിയുള്ള ഈ ഉത്തരവ് വരെ കാത്തിരിക്കുക എന്നുള്ളത്? അന്തിമ ഉത്തരവ് അതായിരിക്കുമല്ലോ. അപ്പം എന്തൊക്കെ മറ്റ് പ്രധാനപ്പെട്ട വാദങ്ങൾ? ഈ പുതുതായൊന്നും എന്തായാലും ഇതൊരു ജാമ്യ ഹർജി എന്ന നിലയിൽ അല്ലെങ്കിൽ ആ ഒരു നിലയിൽ മാത്രമുള്ള പരിഗണന ആണല്ലോ ഉള്ളത്. മറ്റ് തെളിവുകളൊന്നും ഇഡി ഹാജരാക്കി കാണില്ലല്ലോ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട്. അതല്ല, ഇതിൻ്റെ ഗൗരവമൊക്കെ, ഇതിൻ്റെ ഗ്രാവിറ്റിയൊക്കെ ഏത് രീതിയിലാണ് ഇഡിക്ക് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്? ഇന്ന് പ്രത്യേകമായ തെളിവുകളൊന്നും കോടതിയിൽ ഇഡി ഹാജരാക്കിയിട്ടില്ല. എന്നാൽ നേരത്തെ കീഴ്ക്കോടതിയിൽ നടന്ന വാദവുമായി ബന്ധപ്പെട്ടും കീഴ്ക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളാണ് ഇഡിക്ക് വേണ്ടി അഭിഭാഷകർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതിൽ പ്രധാനമായും പറയുന്നത് കീഴ്ക്കോടതിയുടെ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന് കേസുമായി നേരിട്ട് ബന്ധമില്ല എന്ന കാര്യം. എന്നാൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാണ് ഇഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരും അഡീഷണൽ സോളിസിറ്റർ ജനറലും വാദിച്ചത്. അതിൽ ഒന്നാമത്തേത് മാപ്പ് സാക്ഷിയുടെ മൊഴി വായിച്ചു. രണ്ടാമത്തേത് ആം ആദ്മി പാർട്ടിക്ക് ഈ കേസിൽ ബന്ധമുണ്ട് എന്നതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായ കെജ്രിവാളിനും അക്കാര്യത്തിൽ ഉറപ്പായും അതിന് ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല 100 കോടി രൂപ അഴിമതി പണമായി കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന വാദവും ഇന്നും കോടതിയിൽ ഇഡി ആവർത്തിക്കുന്ന കാഴ്ച കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ 45 കോടി രൂപ കൈക്കൂലി വാങ്ങി അത് കൈകാര്യം ചെയ്തു, ഗോവ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ചിലവഴിച്ചു എന്ന് പറയുന്ന ആ വ്യക്തിയുമായി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ വാട്സാപ്പ് ചാറ്റുകളുടെ എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഈ ഇഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറയുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കൃത്യമായി എവിടെ നിന്ന് പണം വന്നു, എവിടേക്ക് പണം പോയി എന്നെല്ലാമുള്ള രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടും അക്കാര്യമൊന്നും പരിഗണിക്കാതെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാനുള്ള തീരുമാനമെടുത്തത്. അത് തന്നെ ഞെട്ടിച്ചു എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു. ഈ വാദം പരിഗണിച്ചു. അതിനുശേഷം മനു അഭിഷേക് സിംഗ്വി ഏതാണ്ട് 1.5 മണിക്കൂർ നേരം നീണ്ട വാദമുഖം ഉയർത്തി. അതും കഴിഞ്ഞാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഹർജിയുമായി ബന്ധപ്പെട്ട വിധി 3 ദിവസത്തിന് ശേഷം പറയാമെന്ന് പറഞ്ഞത്. അതുവരെ ഈ 3 ദിവസം കൂടി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരണം. വിധി അനുകൂലമായാൽ, അതായത് വിധി കെജ്രിവാളിന് അനുകൂലമായാൽ ചൊവ്വാഴ്ച അദ്ദേഹത്തിന് പുറത്തിറങ്ങാം. അതെല്ലാം എതിരാവുകയാണ് എങ്കിൽ വീണ്ടും ജയിലിൽ തുടരേണ്ടി വരും. ശരി, അനൂപ് ദാസ് ആണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.